ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? നമുക്കിന്ന് ചിക്കൻ്റെ ലിവറും ഹാർട്ടും കൂടെ ഇന്ന് കറി വെക്കാം. എന്താവും അറിയില്ല, എന്താവും നമുക്ക് നോക്കാം. വായോ. ഇത് ലിവറും ഹാർട്ടൊക്കെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കൊറിയണ്ടർ പൗഡർ, അതായത് നമ്മളെ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, അതേപോലെ തന്നെ ചിക്കൻ മസാല. ഈ പിപ്പിരായി എന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മളെ പെപ്പർ പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി അത് കുറച്ചധികം വേണം. ആവശ്യത്തിനൊപ്പ് ഇത് നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് 1-2 മണിക്കൂർ വെക്കണം. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, സമയം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളി, ഒരു വൈറ്റ് ഓണിയൻ, അതായത് നമ്മുടെ വെള്ള ഉള്ളി കേട്ടോ. ഈ ഒരു സവാള എന്താണെന്നറിയോ? ഇതിന് വില കുറവാണ്. മറ്റ് നമ്മുടെ സവാളയ്ക്ക് ഇവിടെ ഭയങ്കര വിലയാണ്. അത് നമ്മൾ സവാളയും തക്കാളിയൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീറ്റ് എടുത്തതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് 5-10 മിനിറ്റ് വേവിക്കാം. അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മീറ്റ് ഒന്നും മറിച്ചിട്ട് കൊടുക്കാൻ മറക്കരുതേ. മീറ്റ് ഒരിക്കലും നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കരുത് കേട്ടോ. ഒരു ഹാഫ് കുക്കായാലും മതി. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ ഈ സാധനം പാനിൽ നിന്ന് ഇറക്കി മാറ്റി വെക്കുക. ഈ സമയം കൊണ്ട് ചോറിനുള്ള അരി ഇടാൻ മറക്കരുത് കേട്ടോ. അതിനുശേഷം വേറൊരു പാനിലേക്ക് നമ്മൾ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലേക്ക് കുറച്ച് സവാളൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടി കിട്ടും. അതേപോലെ വാടിയതിന് ശേഷം കുറച്ച് ചോപ്പ് ചെയ്ത ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം. ഈ തക്കാളിക്കൊന്ന് ജ്യൂസി ആകുന്നവരൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ചില്ലി പൗഡർ, ചിക്കൻ മസാല, ഗരം മസാല, കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഈ സംഭവം മസാലകളുടെ പച്ചമണം പോകുന്നവർ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇതെന്താണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു നോക്കട്ടെ. എന്നിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറി ലീഫ്, അതേപോലെ സാധനങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇതിൻ്റെ മുകളിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടോ. ഉദ്ദേശിച്ച നല്ല കളർ വന്നിട്ടുണ്ട് കറിക്ക്. കുറച്ച് ചോറും കൂടിയിട്ട് ആഹാ സ്വർഗം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ അഭിപ്രായങ്ങളും പറയണം. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.